കഥ ആരംഭിക്കുന്നത് തന്നെ സാങ്ങെ സബൂർ എന്താണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു പേർഷ്യൻ മിത്തോളജി അഥവാ ഒരു പേർഷ്യൻ ഐതിഹ്യമായിരുന്നു അത്. ഒരു കല്ലുണ്ട്, വിശിഷ്ടമായി കരുതപ്പെടുന്ന ഒരു മാന്ത്രിക കല്ല്. അതിനോട് ഒരാളുടെ ദുരിതങ്ങളും വേദനയും ഒക്കെ പങ്കുവയ്ക്കാം. ആ കല്ല് മുഴുവനായും അത് കേൾക്കും. ഒടുവിൽ ഒക്കെ കേട്ട് തിങ്ങിക്കഴിയുമ്പോൾ ആ കല്ലങ്ങ് പൊട്ടിത്തെറിക്കും. അതോടെ ആ കല്ലിനോട് ദുഃഖങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറഞ്ഞ ആ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും. കഥ ആരംഭിക്കുന്നത് ഒരു യുവതിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. തന്റെ 30കളിലുള്ള ഒരു ചെറുപ്പക്കാരി സ്ത്രീ, അവളുടെ ഭർത്താവ് ജീവച്ഛവമായി കിടക്കുകയായിരുന്നു. ആളുടെ കഴുത്തിൽ ഒരു ബുള്ളറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അതിനെ തുടർന്നായിരുന്നു അയാൾ അത്തരത്തിൽ ഒരു കിടപ്പ് രോഗിയായി മാറിത്തീർന്നത്. കോമ സ്റ്റേജിൽ എന്ന പോലെ കിടക്കുന്ന ആ വ്യക്തിയെ പരിപാലിക്കുകയും അയാളുടെ ജീവൻ നിലനിർത്തുവാനും ആ സ്ത്രീ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തര കലാപം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന കാലമാണ്. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവിടെ ജീവിക്കുക വളരെയധികം കഷ്ടത നിറഞ്ഞൊരു സംഭവമായിരുന്നു. അതുകൊണ്ടായിരുന്നു തന്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും ജീവിപ്പിക്കണം എന്ന ആഗ്രഹം ആ ഒരു യുവതിയുടെ മനസ്സിലുണ്ടായിരുന്നത്. ഇതിനിടയിൽ മുല്ല എന്നവർ വിളിക്കുന്ന അവിടുത്തെ മതപണ്ഡിതൻ കുറച്ച് മതവാക്യങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ എഴുതി അവളോട് പ്രാർത്ഥിക്കാനും സുഖമില്ലാതെ കിടക്കുന്ന ഭർത്താവിനരികിൽ വെക്കാനും ഒക്കെ പറഞ്ഞിരുന്നു. തന്റെ ഭർത്താവ് സുഖപ്പെടുവാൻ വേണ്ടി ആ യുവതി അതും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടും ഭർത്താവിന് ഒരനക്കവുമില്ല. ജീവച്ഛവമായുള്ള ആ കിടത്തം അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ കഴിക്കാനായി ധാരാളം ഭക്ഷണമോ ഒന്നും തന്നെയില്ല. ഭർത്താവിന്റെ ജീവൻ നിലനിർത്തണമല്ലോ. അയാൾക്കാണെങ്കിൽ ഒന്നും കഴിക്കാനും പറ്റില്ല. ആ യുവതി ചെയ്തിരുന്നത് ഉപ്പുവെള്ളവും പഞ്ചസാര വെള്ളവും കലക്കി കുറുക്കി അത് ഗ്ലൂക്കോസ് പോലെ അയാളുടെ വായിലൂടെ ഒഴിച്ചു കൊടുക്കലായിരുന്നു. വീട്ടിൽ ആകെ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും കഴിക്കാനടക്കം വേണം. അവർക്കുള്ളതാണെങ്കിൽ 2 പെൺമക്കളും. തന്റെ ഹിജാബൊക്കെ എടുത്തണിഞ്ഞ് ആലയുടെ പുറത്തിറങ്ങി ആരോടെങ്കിലും സഹായം ചോദിക്കണം എന്നതാണ് ലക്ഷ്യം. ആഭ്യന്തര കലാപം കൊടുമ്പിരികൊണ്ട കാലമായതുകൊണ്ട് പേടിച്ചിട്ടാണ് പുറത്തൂടെ നടക്കുന്നതും മറ്റും. എപ്പോഴും വെടിവെപ്പും ബോംബിടലുമൊക്കെ കേൾക്കാം. ആ ബുദ്ധിമുട്ടിനിടയിലും അവർ സഞ്ചരിച്ചടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലെത്തി. ഭർത്താവിന് വേണ്ടി ആവശ്യമുള്ള മരുന്നുകൾ ചോദിച്ചു. കടമായിട്ടാണ് ചോദിക്കുന്നത്. അവരുടെ പക്കൽ പണമുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് കടം തരാൻ പറ്റില്ലെന്നും നിങ്ങളുടെ ഭർത്താവിന് വരുമാനമില്ല, നിങ്ങൾക്കും വരുമാനമില്ല, വരുമാനമുണ്ടാക്കാൻ പറ്റുമോ എന്നും അറിയില്ല, എങ്ങനെ നിങ്ങൾക്ക് കടം തരും എന്ന മട്ടിലായിരുന്നു കടയുടമ ചോദിച്ചത്. അതോടെ അവർക്ക് അവിടെ നിന്ന് തിരികെ പോരേണ്ടി വന്നു. വീട്ടിലെത്തിയവർ വീണ്ടും ഉപ്പും പഞ്ചസാരയും കലർന്ന ആ വെള്ളം തന്റെ ഭർത്താവിന്റെ വായിലൊഴിച്ചു കൊടുത്തോണ്ടിരുന്നു. കടക്കാരൻ മരുന്ന് തരില്ലെന്നാ പറഞ്ഞത്. എന്തു ചെയ്യാനാ, ഞാനിത് നിങ്ങൾക്ക് തരാം, എങ്ങനെയെങ്കിലും നിങ്ങളെ ജീവിപ്പിക്കാൻ ശ്രമിക്കാം. ജീവച്ഛവമായി കിടക്കുന്ന തന്റെ ഭർത്താവിനോട് അവർ പറഞ്ഞുകൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും പണം വേണം, ഞാൻ പോയി എന്റെ ആന്റിയെ ഒന്ന് കാണട്ടെ, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റു. പിന്നാലെ അവൾ സ്വയം പറഞ്ഞു, ഓ ഞാനൊരുത്തി എല്ലാത്തിനും പെർമിഷൻ ചോദിച്ചുകൊണ്ടിരിക്കുവാണല്ലോ, അനുവാദം ചോദിച്ച ശീലമായി പോയി, നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ലല്ലോ, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ വീണ്ടും ബുർക്കിയെടുത്തണിഞ്ഞ് പുറത്തേക്കിറങ്ങി. ആന്റി താമസിച്ചിരുന്ന ആ വീട്ടിലേക്ക് ചെന്നു. പക്ഷെ വാതിൽ തുറന്നത് മറ്റൊരു സ്ത്രീയായിരുന്നു. അവിടെ അങ്ങനെ ആരുമില്ല എന്ന് പറഞ്ഞ് അവർ വാതിലടച്ചു. ഭർത്താവിന്റെ അമ്മയെയും സഹോദരങ്ങളെയും നോക്കിയും അവൾ പോയിരുന്നു. പക്ഷെ അവരാരും അവിടെ ഇല്ല. ഒടുവിൽ അവൾ ഭർത്താവിന്റെ അടുത്തേക്ക് തന്നെ തിരികെ എത്തി. വേദനകൾ ദുരിതങ്ങൾ ഭർത്താവിനോട് തന്നെ പറയാൻ തുടങ്ങി. നിങ്ങൾക്കറിയോ, എനിക്കാകെ ബന്ധമെന്ന് പറയാനുണ്ടായിരുന്നത് ആന്റിയായിരുന്നു. ആന്റി ഇപ്പോൾ അവിടെയില്ല. നിങ്ങളുടെ ഉമ്മയും സഹോദരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അവരും ഇപ്പോൾ എവിടെയാ? ആഭ്യന്തര കലാപം മുറുകിയപ്പോ വെടിവെപ്പും ബോംബിടലുമൊക്കെ ആയപ്പോ അവരും ജീവൻ രക്ഷിച്ച് രക്ഷപ്പെട്ടു പോയില്ലേ? എന്നെയും നിങ്ങളെയും പറ്റി ഓർത്തോ? നിങ്ങൾക്കെങ്ങനെ ഈ അവസ്ഥ വന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? നിങ്ങളുടെ സഹോദരങ്ങളെന്ന് നിങ്ങൾ പറഞ്ഞിരുന്ന ആളുകളുണ്ടായിരുന്നല്ലോ, നിങ്ങളുടെ മുജാഹിദീൻ ഗ്രൂപ്പിലുള്ളവർ. അവരെവിടെയായിപ്പോ? കൂട്ടത്തിൽ ഒരുത്തൻ തന്നെയല്ലേ നിങ്ങളെ വെടിവെച്ചത്? അതും എന്തിനു വേണ്ടിയാ? നിങ്ങളുടെ ഉമ്മയെ അവൻ കളിയാക്കി. അത് നിങ്ങൾ ചോദിക്കാൻ ചെന്നു. ദേഷ്യം വന്ന് അവൻ നിങ്ങളെ വെടിവെച്ചു. അവസാനം നിങ്ങൾ ഈ അവസ്ഥയിലായപ്പോ അവർക്കും നിങ്ങളെ വേണ്ട. നിങ്ങൾ ആരുടെ പേര് പറഞ്ഞിട്ടാണോ അവനോട് കലഹിക്കാൻ പോയത്, അവർക്കും നിങ്ങളെ വേണ്ട. എല്ലാം ദുരിതം മാത്രം അനുഭവിക്കാനോ നിങ്ങളും ഞാനും മക്കളും മാത്രം. തന്റെ ദുരിതത്തെയോർത്ത് ആ യുവതി കരഞ്ഞോണ്ടിരുന്നു. രാത്രിയിൽ ഉള്ള ഭക്ഷണം കൊടുക്കുമ്പോ മക്കള് ചോദിച്ചു, വാപ്പ എന്താ ഇങ്ങനെ കിടക്കുന്നേ? വാപ്പക്ക് സുഖപ്പെടില്ലേ? അവർ പറഞ്ഞു, വാപ്പ പെട്ടെന്ന് സുഖപ്പെട്ടു വരൂട്ടോ, മക്കൾ വിഷമിക്കണ്ട. അടുത്ത ദിവസം മുല്ല അങ്ങോട്ടേക്ക് വീണ്ടും വന്നിരുന്നു. ഭർത്താവിന്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് അയാളുടെ വരവ്. പക്ഷെ അവർ പറഞ്ഞു, ഇന്നേക്ക് പ്രാർത്ഥനയൊന്നും വേണ്ട, എനിക്ക് സുഖമില്ലാതിരിക്കുവാണ്. അതിനെന്താ, പ്രാർത്ഥിച്ചാ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ മുല്ല വീണ്ടും അവിടെ നിന്നു. അവര് ഒടുവിൽ തനിക്ക് പീരീഡ്സ് ആണ് എന്ന് തുറന്നു പറഞ്ഞപ്പോഴായിരുന്നു മുല്ല അവിടുന്ന് പോയത്. മുല്ലയെ വിട്ട് വന്നപ്പോഴേക്കും മക്കളാണെങ്കിൽ വാപ്പയ്ക്കടുത്ത് നിന്ന് കളിക്കുകയാണ്. അയാളുടെ വായിൽ നിന്ന് ഉപ്പും പഞ്ചസാര വെള്ളവും കൊടുക്കുന്ന ആ ട്യൂബ് താഴെ വീണിരുന്നു. യുവതി ഓടിയെത്തി മക്കളെ മാറ്റി പഞ്ചസാര വെള്ളവും മറ്റും അയാളുടെ വായിലേക്ക് വെച്ചു. ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് ഭർത്താവിനോട് പറഞ്ഞു. നെഞ്ചിൽ തലവെച്ച് ഹൃദയമിടിക്കുന്നുണ്ടോ എന്നൊന്നുകൂടി യുവതി ഉറപ്പുവരുത്തി. ഒരനക്കവുമില്ലാതെ കിടക്കുന്ന ഭർത്താവിനെ നോക്കി ആ സ്ത്രീ വീണ്ടും പെറുപെറുത്തു. അപ്പോഴാണെങ്കിലും ഇപ്പോഴാണെങ്കിലും നിങ്ങൾക്ക്
നിങ്ങൾക്ക് വേദനകളൊന്നുമില്ലല്ലോ. എല്ലാ വേദനയും സഹിക്കുന്നത് ഞാനടങ്ങുന്ന സ്ത്രീകളല്ലേ? ഇതേസമയം പുറത്ത് വീണ്ടും യുദ്ധത്തിന്റെ ആക്രമണങ്ങൾ നടക്കുകയാണ്. തോക്കുമായി ഓരോരുത്തരും ബിൽഡിങ്ങുകളിലും മറ്റുമുണ്ടായിരുന്നു. ജീവൻ രക്ഷിക്കാൻ മക്കളെയും കൂട്ടി ആ യുവതി അവിടെയുള്ള ചെറിയൊരു ബങ്കറിനകത്തേക്ക് കയറി. പുറത്ത് തോക്കിന്റെ വെടിയുതിർക്കലും ഷെല്ല് വീഴുന്ന ശബ്ദവും ഒക്കെ കേൾക്കുന്നുണ്ട്. ഭയന്ന് മക്കളോടൊപ്പം കുറെ സമയം അവിടെ ആ യുവതിയിരുന്നു. പിന്നാലെ പെട്ടെന്ന് ഭർത്താവിന്റെ കാര്യമാലോചിച്ചപ്പോ ഭർത്താവിന്റെ അവസ്ഥ നോക്കാൻ അവർ മുകളിലേക്ക് കയറി ചെന്നു. പുറത്ത് നടന്ന ബോംബിങ്ങും വെടിയുതിർക്കലും ഒക്കെ കൊണ്ട് മൊത്തത്തിൽ പൊടി പറന്നിരുന്നു. ഭർത്താവിന്റെ ദേഹത്ത് മുഴുവൻ പൊടിയാണ്. ഉടനടി അവർ അതൊക്കെ ക്ലീൻ ചെയ്ത് ഭർത്താവിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച ശേഷം അവിടെ നിന്ന് മാറാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു പീരങ്കി വരുന്നത്. ഭർത്താവിനൊന്നും പറ്റരുതെന്ന് കരുതി അവർ ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിന് മുകളിൽ കിടന്നു. കുറച്ചു കഴിഞ്ഞ് മക്കളെ നോക്കുവാൻ വേണ്ടി മക്കളുള്ള ഇടത്തേക്ക് പോയി. അവിടെ കുറച്ചു സമയം ചെലവഴിച്ചു. അടുത്ത ദിവസം യുദ്ധത്തിലുള്ള കുറെ ആളുകൾ വീട്ടിലേക്ക് കടന്നു കയറി. ആ സ്ത്രീയുടെ ഭർത്താവിന്റെ അടുത്തെത്തി. അയാൾ കനക്കമൊന്നുമില്ലെന്ന് കണ്ടതും അവർ അയാളുടെ ശരീരത്തിലുള്ള മോതിരവും വാച്ചുമടക്കം മോഷ്ടിച്ചെടുക്കുകയാണ്. അയാളുടെ തലയ്ക്ക് സമീപം ഖുർആൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ഖുർആൻ എടുത്ത് ഒക്കെ മോഷ്ടിച്ച ഒരു വ്യക്തി അതിൽ ചുംബിച്ചു. പിന്നാലെ പറഞ്ഞു, ഇയാള് നമ്മുടെ ആളാടോ, നല്ലൊരു മുസൽമാനാ. ഈ സമയം മറ്റൊരാള് പറഞ്ഞു, ഈ വീട്ടിൽ വേറെ ആരുണ്ടെന്ന് തോന്നുന്നേ, അയാളുടെ ഭാര്യയായിരിക്കും. ഏയ് ഒന്നും വേണ്ട, നമുക്കടുത്ത വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ കൂടെയുള്ള വ്യക്തികൾ അയാളെ വിളിച്ചുകൊണ്ടുപോയി. യുവതി തിരിച്ചു വന്ന് നോക്കിയപ്പോ കണ്ടത് ഒക്കെ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നതായിരുന്നു. അവർക്ക് എന്തെന്നില്ലാത്ത ദുഃഖം തോന്നി. ഒന്നുമില്ലായ്മയിലും ഉള്ളതുകൂടി മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ. അവർ പുറത്തേക്ക് വന്നപ്പോ ഒരു സ്ത്രീ ഭ്രാന്തമായി അലറുകയും പിച്ചുമ്പയും പറയുകയും ഒക്കെ ചെയ്യുകയാണ്. യുവതിക്ക് പെട്ടെന്നൊന്നും മനസ്സിലായില്ല. പിന്നീടാണ് വ്യക്തമായത്, ആ സ്ത്രീയുടെ കുടുംബത്തെ മുഴുവൻ ആഭ്യന്തര കലാപക്കാർ കൊലപ്പെടുത്തിയിരുന്നു. ഇനിയും അവിടെ തുടരുന്നത് അപകടമാണ് എന്ന് ആ യുവതി ചിന്തിച്ചു. മക്കളുടെ ജീവനാണ് ഏറ്റവും വലുതെന്ന് അവർ കരുതി. മക്കളെയും കൂട്ടി അവിടെ നിന്ന് സുരക്ഷിതമായ ഒരിടം തേടി അവർ ഇറങ്ങുകയാണ്. ആ യുവതി നേരെ പോയത് പണ്ട് ആന്റി താമസിച്ചിരുന്ന ഇടത്തേക്കായിരുന്നു. തന്റെ ആന്റിയുടെ അഡ്രസ് ഉണ്ടോ എന്ന വാതിൽ മുട്ടി ആ സ്ത്രീ വീണ്ടും ചോദിച്ചു. അതൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അവർ വാതിലടച്ചു. മക്കളെയും കൂട്ടി എവിടെ പോകണമെന്നറിയാതെ ആ സ്ത്രീ അവിടുത്തെ പടിക്കെട്ടിലിരിക്കുകയാണ്. പിന്നാലെ നേരത്തെ വാതിലടച്ച സ്ത്രീ പുറത്തേക്ക് വന്ന് ദാ ഇവിടെ പോയി അന്വേഷിക്കെന്ന് പറഞ്ഞ് ഒരു അഡ്രസ് അവർക്ക് പറഞ്ഞുകൊടുത്തു. ആ അഡ്രസ്സിലേക്ക് മക്കളെയും കൂട്ടി യുവതി ചെന്നു. അതൊരു വേശ്യാലയമായിരുന്നു. ജീവിക്കാൻ മറ്റു വഴിയില്ലാതെ ആന്റി അവിടെ വേശ്യാവൃത്തി ചെയ്ത് ജീവിക്കുകയാണ്. അവളെ കണ്ടതും ആന്റി അവളെ സ്വീകരിച്ചു. അവളെ ആശ്വസിപ്പിച്ച് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളെങ്ങനെയാ ആന്റി ഈ ജോലിയിലേക്ക് എത്തിച്ചേർന്ന്? ആന്റി അവിടെ കണ്ട് ഞെട്ടലോടെ അവൾ ചോദിച്ചു. ആന്റി പറഞ്ഞു, ചെറുപ്പം തൊട്ടുള്ള ജീവിതം എന്നെ ഇവിടെ എത്തിച്ചതാ മോളെ. നിനക്കറിയാലോ, വളരെ ചെറുപ്പത്തിലെ എന്നെ കല്യാണം കഴിപ്പിച്ചു. വയസ്സായ ഒരാൾക്ക് ഒരുപാട് പണമുണ്ട് എന്നത് മാത്രം നോക്കിയായിരുന്നു എന്നെ കെട്ടിച്ചത്. അയാളുടെ കൂടെ ജീവിച്ച് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും മക്കളുണ്ടാവുന്നില്ലെന്ന് പറഞ്ഞ് അയാളെ മറ്റൊരു വിവാഹം കഴിപ്പിച്ചു. അതോടെ ഞാൻ ആ വീട്ടിൽ അധിക ഭാരമായി. ഒടുവില് അയാളുടെ അച്ഛനെയും അമ്മയും നോക്കാൻ വേണ്ടി എന്നെ ആ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയച്ചു. എനിക്ക് മക്കളുണ്ടാവില്ല എന്ന വിവരം അറിഞ്ഞ അമ്മായച്ചൻ ഒരു ദിവസം എന്നെ കടന്നു പിടിക്കാൻ നോക്കി. ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറിയെങ്കിലും ഒടുവിൽ സഹിക്കാൻ പറ്റാതായപ്പോ ഞാൻ അയാളെ വെട്ടിക്കൊന്നു. ആദ്യമൊക്കെ മരിക്കാന്ന് കരുതി. അവിടുന്ന് ഓടിപ്പോന്ന് ഒടുവിൽ ജീവിക്കാൻ മറ്റു വഴിയൊന്നുമില്ലാതായപ്പോ ദാ ഈ ജോലിയിലേക്ക് എത്തിപ്പെട്ടു. ആന്റിയുടെ അടുക്കൽ മക്കളെയാക്കിയതോടെ ഒരു സുരക്ഷിതത്വം അവൾക്ക് ഫീൽ ചെയ്തിരുന്നു. എന്നാലും യുവതി അവിടെ നിന്നും ഭർത്താവിനെ നോക്കാൻ വരും. ഭർത്താവിനടുത്തെത്തി ആന്റിയുടെ കഥയടക്കം അവൾ കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ഭർത്താവിനോട് സംസാരിക്കും. അന്നവൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ പറഞ്ഞു, എടോ നിങ്ങൾക്കറിയോ, നിങ്ങളുടെ സഹോദരങ്ങളുണ്ടല്ലോ, നിങ്ങൾ മരിച്ച എന്നെ കെട്ടാൻ വേണ്ടി നോക്കിയിരിക്കുവായിരുന്നു. പക്ഷെ നിങ്ങൾ ചത്തില്ലല്ലോ, ജീവച്ചവം പോലെ കിടക്കുവല്ലേ. കുറെ നാള് കാത്തിരുന്ന് ഒടുവിൽ നിങ്ങൾ മരിക്കില്ലെന്ന് കണ്ടപ്പോ അവര് നമ്മളെയൊക്കെ ഇട്ടേച്ച് രക്ഷപ്പെട്ടുപോയി. വേറൊരു കാര്യം അറിയോ, 3 കൊല്ലം മുമ്പ് നിങ്ങൾ യുദ്ധത്തിനെന്ന് പറഞ്ഞു പോയി. നിങ്ങളുടെ സഹോദരങ്ങളുടെ നോട്ടവും പ്രവൃത്തിയും ഒന്നും അത്ര ശരിയായിരുന്നില്ല. നിങ്ങളുടെ ഉമ്മയോട് പറഞ്ഞ അവരത് കേൾക്കോ? നിങ്ങളോടും പറയാൻ പറ്റുമോ എന്തുമാത്രം ഞാൻ സഹിച്ചെന്നറിയോ? ഒടുവില് എന്തൊക്കെ പ്രവർത്തിച്ച ഞാൻ അവിടുന്ന് പുറത്തു കിടന്നേന്നറിയോ? എല്ലാവരും എനിക്കൊന്ന് ഭ്രാന്താണെന്നല്ലേ പറഞ്ഞേ. എന്തിനാ ഒരുപാട് പറയുന്നേ? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലത്തിന് മേലെയായി. എന്നിട്ടും 2 കൊല്ലമല്ലേ നമ്മൾ ഒന്നിച്ചു ജീവിച്ചിട്ടുള്ളൂ. കല്യാണം വരെ എനിക്കിപ്പോ ഓർമ്മയുണ്ട്. നിങ്ങളുടെ ഫോട്ടോ അടുത്ത് വെച്ചിട്ടാ ഇതാ നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ് എന്റെ കല്യാണം നടത്തിയത്. നിങ്ങളെ ഞാനൊന്ന് കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എനിക്കെന്ന് വെറും 17 വയസ്സുള്ളൂ. ഫോട്ടോ വെച്ച് ഫോട്ടോയെ കെട്ടിയൊരു പെൺകുട്ടി. കല്യാണം കഴിഞ്ഞതോ പോട്ടെ, യുദ്ധം കഴിഞ്ഞ് നിങ്ങൾ വരുന്നവരെ അമ്മായിയമ്മ എവിടെയും വിടാതെ എന്നെ പൂട്ടിയിട്ട് നോക്കുമായിരുന്നു. എനിക്ക് കാവലിരിക്കുമായിരുന്നു. ഞാൻ കന്യകയായിട്ട് തന്നെ ഇരിക്കാൻ, എനിക്കൊരു ആപത്തും വരാതിരിക്കാൻ. ഒക്കെ പോട്ടെ, അതൊക്കെ കഴിഞ്ഞ് യുദ്ധം കഴിഞ്ഞ് നിങ്ങൾ വന്നു. നിങ്ങൾ
നിങ്ങളെ കാണാൻ അത്രയ്ക്ക് ആഗ്രഹത്തോടെ ഞാൻ കാത്തിരിക്കുവായിരുന്നു. ജനൽ വഴി നിങ്ങളെ എത്തി നോക്കുക പോലും ചെയ്തു. പക്ഷെ നിങ്ങളോ എന്റെ അടുത്ത് വന്ന കല്ല് പോലെയായിരുന്നേ. നിങ്ങൾ വന്നപ്പോ ഏതൊരു പെണ്ണിനെയും പോലെ സ്നേഹവും ചേർത്തുപിടിക്കലും ഒക്കെ ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ നിങ്ങളിൽ പ്രണയമേ ഉണ്ടായിരുന്നില്ല. ആരെ എപ്പ കൊല്ലാം, എങ്ങനെ വെട്ടാം എന്നുള്ള ചിന്തകളൊക്കെ മാത്രമായിരുന്നു. സത്യം പറഞ്ഞ അന്ന് നിങ്ങൾ എന്നെ മര്യാദക്കൊന്ന് നോക്കിയിട്ട് പോലും ഉണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഓ, ഒരുപാട് സംസാരിച്ചിരുന്നു. എനിക്ക് പോവാൻ നേരമായി. ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് യുവതി അന്ന് അവിടെ നിന്ന് പോന്നു. പിന്നീട് അടുത്തൊരു ദിവസം യുവതി വന്ന് വീണ്ടും ഭർത്താവിനടുത്തിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളോട് നമ്മുടെ കല്യാണം നടന്നതിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ അതിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നത് എന്ന കാര്യം നിങ്ങൾക്കറിയോ? എന്റെ വാപ്പയുണ്ടല്ലോ, അയാളൊരു പന്തയപ്രാന്തനായിരുന്നു. ചെറിയ കാടപ്പന്തയമുണ്ടല്ലോ, കോഴിപ്പന്തയം, അതിലയാൾക്ക് ഭ്രാന്തായിരുന്നു. പന്തയം വെച്ച് കാടയെ വാങ്ങി വളർത്തിയും മറ്റും വാപ്പ എല്ലാം തുലച്ചു. വീടും സമ്പത്തുണ്ടായിരുന്നതൊക്കെയും സ്ഥലവും ഒക്കെ നശിപ്പിച്ചു. ഒടുവില് അയാളെ പോയി പന്തയം വെച്ചിട്ട് ചെയ്തതെന്താന്നറിയോ? എന്റെ ഇത്താത്തയെ പ്രായം ചെന്നൊരു വൃദ്ധന് കല്യാണം കഴിച്ചു കൊടുത്തു. അതും പന്തയം തോറ്റതിന്റെ പകരമായിട്ട്. കുട്ടിയായിരുന്ന എന്റെ ഇത്താത്ത അങ്ങനായിരുന്നു കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലേക്ക് പോയേ. ഇത്താത്തയുടെ കല്യാണത്തിന് പണം കിട്ടിയല്ലോ. ആ പണം കൊണ്ട് വാപ്പ വീണ്ടും പോയി ഒരു കാടയെ മേടിച്ചുകൊണ്ട് വന്നു. അതിനെ ട്രെയിൻ ചെയ്യിക്കാനും മറ്റും ആരംഭിച്ചു. ഇങ്ങനെ പോയാ വീണ്ടും പന്തയം വെച്ച് അതുപോലെ എന്നെയും കിട്ടിക്കോ എന്നെനിക്ക് പേടിയായി. ഒടുവില് ഞാൻ തന്നെ ആരും കാണാതെ ആ കാടയെ കൊന്നു. ഒരു പൂച്ചയുടെ തലയിലേക്ക് ആ കാടയെ കൊന്ന കുറ്റം ഇട്ടുകൊടുക്കുകയും ചെയ്തു. ദേ എന്റെ നെറ്റിയിലെ ഈ കീറില് നോക്കിക്കേ. അന്ന് പൂച്ചയെ കാടയ്ക്ക് മുമ്പിൽ ഇടുമ്പോഴാ എനിക്കിതേ ഈ പോറല് കിട്ടിയത്. നിങ്ങളിത് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? എന്നോട് ഇത് എന്ത് പറ്റിയതാ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചേർന്നെങ്കിൽ ഇതൊക്കെ അന്നേ ഞാൻ പറഞ്ഞേനെ. ഓ, അല്ലേലും ഇതൊക്കെ ഞാനിപ്പോ എന്തിനാ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? എനിക്ക് വേണ്ടിയല്ലേലും നിങ്ങൾ എന്താ ഇതുവരെ ചെയ്തിട്ടുള്ളേ? എന്റെ ആന്റിയോട് പോലും ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളിനി ജീവിക്കണ്ട, പോയി ചാവ് എന്ന് പറഞ്ഞ് ആ സ്ത്രീ അയാളുടെ വായിലേക്കിട്ടിരുന്ന ആ ട്യൂബ് എടുത്തു മാറ്റി. അന്ന് അവിടെ നിന്ന് ഓടി വീണ്ടും ആന്റിയുടെ അടുത്തേക്ക് ചെന്നു. വല്ലാത്തൊരു ഭാവം അവർക്കുണ്ടായിരുന്നു. ആന്റിയോട് അവൾ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്റെ ഭർത്താവിനെ കൊണ്ടൊരു പ്രയോജനവുമില്ല. അയാള് ജീവച്ചവുമായി കിടക്കുക, ഒരു കല്ല് പോലെ കിടന്ന് ഞാൻ പറയുന്നതൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴായിരുന്നു ആന്റി ആ കാര്യം പറയുന്നത്. എന്റെ അച്ഛൻ ചെറുപ്പത്തിൽ എനിക്കൊരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. സാങ്ങേ സബൂർ എന്ന പേരിൽ ഒരു കല്ലുണ്ടത്രേ, ക്ഷമയുടെ കല്ല് എന്നാണ് ആ കല്ല് അറിയപ്പെടുന്നത്. ആ മാന്ത്രിക കല്ലിനോട് പെണ്ണുങ്ങളും ഓരോ മനുഷ്യരും അവരുടെ ജീവിതത്തിലെ വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറയുമത്രേ. ആ കല്ലെല്ലാം കേൾക്കും. എല്ലാം കേട്ട ശേഷം ആ കല്ലങ്ങ് പൊട്ടിത്തെറിക്കും. ആ കല്ല് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞ കല്ലിനോട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ വ്യക്തിയുടെ മനോവിഷമങ്ങളും ഒക്കെ ഒറ്റയടിക്ക് ഇല്ലാതാവും അത്രേ. അതുകൊണ്ട് നീ അതിലൊന്നും വലിയ കാര്യം ചിന്തിക്കണ്ട. നിന്റെ ഭർത്താവ് ഒരു സാങ്ങേ സബൂറാണ് എന്ന് കരുതി നിന്റെ മനസ്സിലുള്ളതൊക്കെ അങ്ങ് പറഞ്ഞു. നിന്റെ മനസ്സിലുള്ള ഭാരമെങ്കിലും കുറയട്ടെ. അടുത്ത ദിവസം പുലർച്ചെ വേഗത്തിൽ ഭർത്താവിന്റെ അടുത്തേക്ക് ആ യുവതി വന്നു ചേർന്നു. നോക്കുമ്പോ ഭർത്താവിന് ജീവനുണ്ട്. പിന്നാലെ വെള്ളമെടുത്ത് ദേഹമൊക്കെ തുടച്ച് ഭർത്താവിനെ അവർ വൃത്തിയാക്കി. പഞ്ചസാരപ്പാനിയുടെ ട്യൂബ് വായിലേക്ക് വെച്ചുകൊടുത്തു. പിന്നാലെ ഭർത്താവിനോട് സംസാരിച്ചു. പണ്ടൊന്നും നിങ്ങൾക്കൊരു ഉമ്മ തരാൻ പോലും എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ഞാനിപ്പോ നിങ്ങളെ ചുംബിക്കട്ടെ. അവർ ഭർത്താവിന്റെ പല ഭാഗങ്ങളിലും ചുംബനം കൊടുത്തു. ശേഷം പറഞ്ഞു, നിങ്ങളാണ് ഇപ്പോൾ എന്റെ സാങ്ങേ സബൂർ. പിന്നാലെ കുറച്ചു കഴിഞ്ഞ് യുവതി വീണ്ടും ഭർത്താവിനോട് സംസാരിച്ചു. നിങ്ങൾക്കറിയാമോ, നമ്മുടെ വിവാഹം കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ ഉമ്മയുണ്ടല്ലോ, എന്റെ അമ്മായിയമ്മ, അവര് വന്ന് വിശേഷമായില്ലേ എന്നങ്ങ് ചോദിക്കാൻ തുടങ്ങി. കുറച്ചുനാൾ കഴിഞ്ഞതും വിശേഷമൊന്നും ആവുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിച്ചാലോ എന്നുവരെ ആ സ്ത്രീ പറയാൻ തുടങ്ങി. അങ്ങനെ നിങ്ങൾ കല്യാണം കഴിച്ച എന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ഞാൻ വളർന്ന എന്റെ വീട്ടിലേക്ക് എന്നെ സ്വീകരിക്കാമില്ല. ഞാൻ വഴിയാധാരമാവും. ഒടുവില് ഞാൻ ചെയ്തത് എന്താണെന്നറിയോ? ആ സ്ത്രീ അത്രയും പറഞ്ഞപ്പോഴേക്കും പുറത്തുനിന്നാരോ വിളിക്കുന്ന കേട്ടു. പുറത്ത് മുല്ല വന്നിരുന്നു. അവൾ ഇറങ്ങിച്ചെന്നു. കലാപം രൂക്ഷമാവുകയാണ്. ഷെല്ലുകളൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. കൂടുതൽ സുരക്ഷയോടെ ഇരുന്നോളൂ. അതും പറഞ്ഞ് മുല്ല അവിടെ നിന്ന് പോയി. പിന്നാലെ യുവതി വന്ന് കുറെ തലയണയൊക്കെ എടുത്ത് ഭർത്താവിനെ അതിൽ സുരക്ഷിതമായി പൊതിഞ്ഞൊക്കെ വെച്ച് അവിടെ നിന്ന് തിരികെ പോവാനുള്ള ശ്രമം ആരംഭിച്ചു. പക്ഷെ പെട്ടെന്നാണ് അവൾക്കൊരു ബോധോദയം വന്നത്. കലാപക്കാർ വീടുകൾ കയറിയിറങ്ങി പരിശോധനയും മറ്റും നടത്തുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും വന്നാൽ നീ പണ്ട് അവർക്കെതിരെ പൊരുതിയൊരു വ്യക്തിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ നിന്നെ കൊന്നാലോ എന്ന മട്ടിൽ യുവതിക്ക് തോന്നി. യുവതി ഉടൻ തന്നെ ഭർത്താവിനെ അവിടെ നിന്ന് വലിച്ചു മാറ്റി ആരും ശ്രദ്ധിക്കാത്തവരെടുത്ത് സുരക്ഷിതമാക്കി വെച്ചു. തലയിണയും മറ്റു വസ്തുക്കളും കൊണ്ട് അപകടം പറ്റാതിരിക്കാൻ പൊതിഞ്ഞു മൂടി. ശേഷം തയ്യാറായി അവിടെ നിന്ന് പുറത്തേക്കിറങ്ങാൻ പോകുമ്പോഴായിരുന്നു കലാപക്കാരുടെ ആളുകൾ വന്നത്. കയ്യിൽ തോക്കേന്തിയാണ് വരവ്.
സുരക്ഷിതത്വത്തിന് അവൾ അടുത്തിരുന്നൊരു കത്തി കൈവശപ്പെടുത്തി. കടന്നു വന്ന വ്യക്തിയുടെ കയ്യിൽ തോക്കുണ്ട്. അവിടെ മറിഞ്ഞിരുന്ന് അയാൾ പുറത്തേക്ക് നോക്കുകയാണ്. പിന്നാലെ ഒരു യുവാവ് വന്നു. അല്പം പ്രായമെത്തിയ വ്യക്തിയുടെ സേവകനായിരുന്നു ആ യുവാവ്. അവനോട് വീടിനു വെളിയിൽ തനിക്ക് കാവൽ നിൽക്കാൻ അയാൾ ഉത്തരവിട്ടു. അവന്റെ പക്കലും ഒരു തോക്കുണ്ടായിരുന്നു. ഒച്ചയും ബഹളവും കേട്ടാലും ഇങ്ങോട്ടേക്ക് വരണ്ട എന്നയാൾ തന്റെ സേവകനോട് പറഞ്ഞു. യുവതിയെ പീഡിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അയാൾ എന്ന കാര്യം വ്യക്തമാകുന്നു. ആരാ നീ? നിന്റെ കെട്ടിയോനെവിടെ? നിന്റെ മക്കളെവിടെ? അയാൾ അവളോട് ചോദിക്കാൻ തുടങ്ങി. അവള് പറഞ്ഞു, കുട്ടികളൊക്കെ എന്റെ അമ്മയമ്മയുടെ ഒപ്പമാണ്. എന്റെ ഭർത്താവ് ജീവച്ഛവമായി കിടക്കുകയാ. ജീവിക്കാൻ വേറെ വഴിയില്ലല്ലോ. അതുകൊണ്ട് വേശ്യാവൃത്തി ചെയ്ത ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നേ. അത് കേട്ടതും അയാൾ കോപം കൊണ്ട് വിറച്ചു. പാപി, നിന്നെയൊക്കെ കല്ലുകൊണ്ടെറിഞ്ഞാ കൊല്ലേണ്ടത്, അല്ലേലും വെടിവെച്ചു കൊല്ലണം. അയാൾ ചാടി എഴുന്നേറ്റ് രോഷാകുലനായി അവളുടെ മുമ്പിലേക്ക് വന്നു. ഒന്നും ചെയ്യരുത്. എന്റെ മക്കളെ ഓർത്തെങ്കിലും എന്റെ ജീവച്ഛവമായ ഭർത്താവിനെ ഓർത്തെങ്കിലും എന്നെ ജീവനോടെ വിടണം. അവൾ സങ്കടം അഭിനയിച്ചു പറഞ്ഞു. കയ്യിൽ കത്തി മുറുകെ പിടിച്ചിരുന്നു. കയ്യിൽ മുറിവുണ്ടായി. ചീ, നിന്നെ തൊട്ടാൽ പോലും പാപമാണ് എന്ന് പറഞ്ഞ അയാൾ അവിടെ നിന്ന് പുറത്തേക്ക് പോയി. തൽക്കാലത്തേക്ക് താൻ രക്ഷപ്പെട്ടു എന്ന ആശ്വാസത്തിലായിരുന്നു അവൾ. അവിടെ നിന്ന് പോന്ന ആന്റിയുടെ അടുത്തെത്തി നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവളുടെ കയ്യിൽ ചെറിയ മുറിവ് പറ്റിയിരുന്നല്ലോ. ആന്റി അത് ബാൻഡേജ് വെച്ച് കൊടുത്തു. ആ സമയം ആന്റി അവളോടായി പറഞ്ഞു, ആ സമയത്ത് നിനക്ക് അങ്ങനെ പറയാൻ തോന്നിയത് നന്നായി. ഹൗസ് വൈഫാണെന്നെങ്ങാനും പറഞ്ഞിരുന്നേൽ അയാൾ നിന്നെ പീഡിപ്പിച്ചേനെ. വേശ്യാവൃത്തി ചെയ്യുന്ന ഒരു സ്ത്രീയെ കല്ലുകൊണ്ടെറിഞ്ഞ് കൊല്ലണോ അത്രേ. പക്ഷേ അവർക്കതൊന്നും ബാധകമല്ല. അവരെന്ത് ചെയ്താലും അവർക്കൊരു ശിക്ഷയുമില്ല. അടുത്ത ദിവസം വീണ്ടും യുവതി ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോയി. ഭർത്താവിന്റെ കണ്ണിൽ മരുന്നൊക്കെ ഒഴിച്ചു കൊടുത്ത് പഞ്ചസാരയും ഉപ്പും കലർത്തിയ ആ വെള്ളം വായിൽ ട്യൂബ് വഴി ഇട്ടുകൊടുത്ത് ഭർത്താവിനെ ക്ലീൻ ചെയ്ത് അന്ന് അവിടെ തന്നെ തുടർന്നു. രാത്രി വൈകിയതുകൊണ്ട് അന്ന് അവിടെ തന്നെ തങ്ങാമെന്ന് അവൾ തീരുമാനിച്ചിരുന്നു. പിറ്റേന്ന് പുലർച്ചെ ക്ഷീണത്തോടെയായിരുന്നു എഴുന്നേറ്റത്. എഴുന്നേറ്റ് പുറത്തു നോക്കുമ്പോൾ ആരോ വന്നിട്ടുണ്ട്. വന്നത് അന്നൊരു വ്യക്തി അവളെ പീഡിപ്പിക്കാൻ എന്ന ഉദ്ദേശത്തോടെ വന്നിരുന്നല്ലോ. കൂടെ സഹായത്തിനുണ്ടായ ഒരു പയ്യനില്ലേ, അവനായിരുന്നു. അവൻ അവളുടെ മുമ്പിലേക്ക് വന്ന് നിനക്ക് എത്ര രൂപ വേണം എന്ന് ചോദിച്ച് പൈസ അവളുടെ അടുത്തേക്ക് വിതറി അവളെ പ്രാപിക്കാൻ എന്ന പോലെ ചെന്നു. അവൾക്കും ഒരു പരിധിക്കപ്പുറം എതിർക്കാൻ പറ്റുമായിരുന്നില്ല. അവൻ അവളെ ബലമായി കീഴ്പ്പെടുത്തി. ആ പയ്യന് അതായിരുന്നു ആദ്യ അനുഭവം. കാര്യം കഴിഞ്ഞതും അവൻ എഴുന്നേറ്റ് പണം അവിടെ ഇട്ട് തന്റെ തോക്കുമെടുത്ത് പോയി. അവൾ അവിടെ ഇരുന്ന് ഒരുപാട് നേരം കരഞ്ഞു. കുളിക്കുമ്പോ പോലും അവൾക്ക് വല്ലാതെ അറുവെറുപ്പ് തോന്നിയിരുന്നു. അന്നും കുളിച്ചു വന്നവൾ ഭർത്താവിന്റെ അടുത്തിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. കല്യാണം കഴിഞ്ഞ ആ പുതുക്കത്തിലൊക്കെ എനിക്കെന്തുമാതിരി ബുദ്ധിമുട്ടായിരുന്നെന്ന് നിങ്ങൾക്കറിയോ? ഓരോ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ആഗ്രഹങ്ങൾ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ വന്ന് നിങ്ങളുടെ കാര്യം കഴിഞ്ഞ് കൂർക്കം വലിച്ചുറങ്ങും. അന്നൊക്കെ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയാൻ പാടുണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞതും പ്രാർത്ഥനയ്ക്കായി മുല്ല പുറത്തു വന്നു. താനിപ്പോഴും പീരീഡ്സിലാണ് എന്ന് പറഞ്ഞ് അവൾ മുല്ലയെ മടക്കി അയച്ചു. തിരികെ ഭർത്താവിനടുത്തെത്തി സംസാരിക്കാൻ തുടങ്ങി. മുല്ലയോട് മാത്രമല്ല നിങ്ങളോടും ഞാൻ കളവൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആദ്യ രാത്രി നടന്നല്ലോ, അന്ന് ശരിക്കും എനിക്ക് പീരിയഡ്സ് ആയിരുന്നു. പക്ഷേ അന്നും ഞാൻ നിങ്ങളുമായി ഒന്നായി. നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്നു. എന്റെ ആന്റി തന്ന ഉപദേശമായിരുന്നു അത്. ആണുങ്ങൾക്ക് കന്യാരക്തം കാണണമത്രേ, ഇല്ലെങ്കിൽ പെണ്ണുങ്ങൾ പിഴച്ചുപോയതാണെന്ന് പറയും. എനിക്കത് നല്ലൊരു അവസരമായിരുന്നു. നിങ്ങളത് വിശ്വസിക്കുകയും ചെയ്തു. അന്ന് വന്നവളെ പീഡിപ്പിച്ചിട്ട് പോയ പയ്യൻ കുറെ പണമിട്ടിട്ട് പോയല്ലോ. പണം കിട്ടിയതുകൊണ്ട് അതുമെടുത്ത് അവൾ പുറത്തിറങ്ങി. കുറച്ച് ഭക്ഷണവും ഭർത്താവിനുള്ള മരുന്നും മറ്റും വാങ്ങി. വീട്ടിലെത്തി ഭർത്താവിന് ഗ്ലൂക്കോസും കൊടുത്തു. പക്ഷേ അടുത്ത ദിവസം വീണ്ടും അതേ പയ്യൻ അങ്ങോട്ടേക്ക് വന്നു. ഇത്തവണ പണവുമായിട്ടാണ് വീണ്ടും വരവ്. മുമ്പിൽ വേറെ വഴിയില്ലല്ലോ, ഒഴിവാക്കാൻ പറ്റില്ല. വായെന്ന് പറഞ്ഞ് അവൾ അവനെ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. ഇത്തവണ പീഡനമായിരുന്നില്ല. അവളും സമ്മതിച്ചു. അവർ തമ്മിൽ ബന്ധത്തിൽ ഏർപ്പെട്ടു. എല്ലാം കഴിഞ്ഞവൻ പോയപ്പോ അവൾക്ക് ചെറിയൊരു സന്തോഷം തോന്നി. വർഷങ്ങളായി അവൾ അനുഭവിക്കാതിരുന്ന എന്തോ അവൾക്ക് കിട്ടിയതുപോലെ. കൂട്ടത്തിൽ കയ്യിൽ പണവും കിട്ടിയിരിക്കുന്നു. ജീവിതം ഒന്നില്ലെങ്കിലും ഭക്ഷണം കഴിച്ച് മുമ്പോട്ട് ജീവിക്കാം. അന്നവൾ ആ കാര്യങ്ങളൊക്കെ ഭർത്താവിനോട് സംസാരിച്ചു. പെട്ടെന്നായിരുന്നു താൻ ചെയ്യുന്നത് വലിയ പാപമാണോ എന്ന ചിന്ത അവളുടെ ഉള്ളിലേക്ക് വന്നത്. അവൾക്ക് വല്ലാത്തൊരു ഭയാശങ്കകൾ നിറഞ്ഞു. മതഗ്രന്ഥമെടുത്ത് അവൾ അത് വായിച്ചു നോക്കി. തെറ്റ് തിരിച്ചറിഞ്ഞ് അവൾ വലിയ തോതിൽ പൊട്ടിക്കരഞ്ഞു. താൻ നരകത്തിലേക്ക് പോകുമോ എന്ന മട്ടിൽ അവൾ വല്ലാതെ ഭയക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അന്ന് ആന്റിക്കടുത്ത് പോയി. പിറ്റേന്ന് അവൾ തിരികെ വന്നു. ഭർത്താവിനെ ക്ലീൻ ചെയ്യാൻ വെള്ളമെടുക്കാൻ നോക്കിയപ്പോ ടാങ്കിൽ വെള്ളമില്ല. പണം കൊടുത്ത് നിറച്ചു വെച്ച വെള്ളമായിരുന്നു. അത് കാലിയായി കിടക്കുന്നു. ഭർത്താവിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന മട്ടിൽ ചെന്നു നോക്കി. കുഴപ്പമൊന്നുമില്ലാതെ ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് വീണ്ടും ആ പയ്യൻ കടന്നു വരുന്നത്. പണവുമായിട്ടാണ് വരവ്. ഇന്ന് പറ്റില്ല, നീ പൊക്കോ, അവൾ അവനോടായി പറഞ്ഞു. പക്ഷെ അവനതൊന്നും ചെവികൊള്ളാൻ തയ്യാറായിരുന്നില്ല. എനിക്കൊന്നും വേണ്ട, നിങ്ങളോട് സംസാരിച്ചാ മതി എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ തന്നെ നിന്നു. ആ പയ്യന്റെ ഭാവവും വല്ലാതായിരുന്നു. അവനെന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കി അവനെ അവൾ അകത്തേക്ക് വിളിച്ചു. ആ സമയത്താണ് അകത്തെത്തി അവന്റെ ഷർട്ടൊക്കെ ഊരിയപ്പോ ശരീരത്തിലെ പാടുകൾ അവൾ കാണുന്നത്. സിഗരറ്റ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച പാടുകൾ. പിന്നെയാണ് അവൾ മനസ്സിലാക്കുന്നത് ആ പയ്യനെ അവന്റെ സീനിയർ ആയിട്ടുണ്ടായിരുന്ന അന്നവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച വ്യക്തിയുണ്ടല്ലോ, അയാളടക്കം ഉപദ്രവിച്ചു
ഉപദ്രവിക്കാറുണ്ടത്രേ. അവർക്ക് വേണ്ട കാര്യങ്ങൾ കാണുകയും അവന്റെ മേൽ സിഗരറ്റൊക്കെ കുത്തി മുറിപ്പെടുത്തുകയും ചെയ്യും. പ്രതികരിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ പയ്യൻ അതൊക്കെ സഹിക്കുന്നു. അന്ന് ആ പയ്യൻ പോയപ്പോ തന്റെ മനസ്സിലെ ചിന്തയൊക്കെ ഭർത്താവിന്റെ അടുത്ത് വന്ന് അവൾ പറഞ്ഞു, പെണ്ണുങ്ങൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടെന്ന ഞാൻ കരുതിയത്. ആണെന്ന് പോലും നോക്കാതെ ആ പയ്യനെ വരെ എന്തൊക്കെയാ ഇവരൊക്കെ ചെയ്യുന്നത്. വേദനയോടെ അവൾ അന്ന് അവിടെ വെച്ച് വല്ലാതെ വിതുമ്പുന്നുണ്ട്. അന്ന് തിരികെ ആന്റിയുടെ അടുത്തെത്തിയപ്പോ മതവിഷയങ്ങളായിരുന്നു അവർക്കിടയിൽ സംസാരത്തിലേക്ക് വന്നത്. മതത്തിൽ തെറ്റും ശരിയും വേർതിരിച്ചു കൊടുത്തിട്ടും ഇവിടെ സത്യങ്ങളൊന്നും നിലകൊള്ളുന്നില്ല. മതത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് പറയുന്നവർ തന്നെ അതിനെ കളങ്കപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സ്ത്രീകൾക്ക് മതത്തിൽ ഒരു അവകാശവുമില്ല. നീണ്ട രീതിയിൽ ആ സംസാരം തുടരുന്നുണ്ട്. അടുത്ത ദിവസവും അവൾ വീട്ടിലെത്തി ഭർത്താവിനോട് സംസാരിച്ചു. ആ സമയത്ത് പുറത്തൊരു ശബ്ദം കേട്ടു. പുറത്തു വന്നു നോക്കിയപ്പോൾ ഒരു കിഴിയിരിക്കുന്നുണ്ട്. അവൾ അത് തുറന്നു. അതിൽ പഴങ്ങളും മറ്റുമടക്കം ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. അവളെ കാണാൻ വന്നിരുന്ന ആ പയ്യനായിരുന്നു ആ ഭക്ഷണമൊക്കെ കൊണ്ടുവച്ചു പോയത്. കൂട്ടത്തിൽ അവൾക്ക് ധരിക്കാൻ എന്ന മട്ടിൽ ഒരു സ്വർണ്ണ ചെയിനും ഉണ്ടായിരുന്നു. അവൾക്കത് കണ്ടതും ഉള്ളിലൊരു സന്തോഷം തോന്നി. ഭർത്താവിനടുത്തെത്തി അന്ന് അവൾ സംസാരിച്ചു. എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ ഭാര്യമാർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാകും. ഭർത്താവ് തന്നെ സ്നേഹത്തോടെ നോക്കില്ലേ, തന്നെ പ്രണയിക്കില്ലേ, തനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തരില്ലേ എന്ന്. പക്ഷേ നിങ്ങൾ ഒരിക്കൽ പോലും എന്നോട് സ്നേഹത്തോടെ പെരുമാറിയില്ല, എന്നെ പ്രണയിച്ചില്ല, എനിക്ക് വേണ്ടതൊന്നും ചെയ്തു തന്നില്ല. നിങ്ങൾക്കൊരു കാര്യമറിയോ? മുമ്പ് ഞാൻ പറയാൻ വന്നതാണ്. നമുക്ക് 2 മക്കളുണ്ടായല്ലോ, അതുപോലും നിങ്ങളുടെ മക്കളല്ല. നിങ്ങൾക്കറിയാലോ, മക്കളില്ലാതായതോടെ നിങ്ങളുടെ ഉമ്മ വേഗം വിശേഷമാക്ക്, ഇല്ലെങ്കിൽ നിങ്ങളെ വേറൊരാളെ കൊണ്ട് കെട്ടിക്കും എന്ന മട്ടിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് നിങ്ങൾ വേറെ കെട്ടിയ ഞാൻ പുറത്താക്കപ്പെടും, എന്റെ വീട്ടിലേക്കും തിരികെ പോവാൻ പറ്റില്ല, എന്റെ മുമ്പില് എങ്ങനെയും ഗർഭിണിയാവുക എന്നത് മാത്രമായിരുന്നു വഴി. അപ്പോഴാ ആന്റി എന്നോട് സംസാരിച്ച് വേണ്ടത് ചെയ്യാൻ പറഞ്ഞേ. അവിടെ വലിയൊരു വിദ്വാൻ വന്നിട്ടുണ്ട്, അയാളുടെ അടുക്കൽ പോയി മന്ത്രിച്ചാൽ കുട്ടികൾ ഉണ്ടാകും എന്ന് നിങ്ങളുടെ ഉമ്മയോട് പറഞ്ഞ് ഞാൻ അയാളെ കാണാനെന്ന മട്ടിൽ നേരെ പോയത് ആന്റിയുടെ പിമ്പിന്റെ അടുത്തേക്കായിരുന്നു. ഒരു വിദ്വാനെയും ഞാൻ കണ്ടിട്ടില്ല. ആന്റിക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ടുകൊടുക്കുന്ന അയാളുണ്ടല്ലോ, അയാളിലൂടെയാ നമുക്ക് ആദ്യത്തെ കുഞ്ഞുണ്ടായേ. നിങ്ങളുടെ ഉമ്മ പറഞ്ഞ വാക്കുകളാ എപ്പോഴും എന്റെ കാതിൽ മുഴങ്ങിയത്. വേഗം ഒരു കുട്ടി ഉണ്ടാക്കിക്കോ, ഇല്ലെങ്കിൽ നിങ്ങളെ വേറെ കെട്ടിക്കും എന്ന കാര്യം മൊത്തത്തിൽ ഭീഷണിയായിരുന്നു. ഒരു കുട്ടിയായപ്പോ കുറച്ചുനാൾ സമാധാനമായി. പക്ഷെ അവിടെ നിന്നില്ല. വേഗം 2ാമത്തെ കുട്ടിയാക്കിക്കോ, ഇല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും കെട്ടിക്കും എന്ന് പറഞ്ഞ് തലക്ക് വെളിവില്ലാതായി. ഞാൻ വീണ്ടും അയാളെ കണ്ടു. വീണ്ടും നമുക്ക് കുട്ടിയായി. തന്റെ ജീവിതത്തിലെ ദുരിതങ്ങളെപ്പറ്റി അവളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഭർത്താവ് കണ്ണു തുറന്നു. അത് കണ്ടതും അവൾക്കൊരു സന്തോഷം തോന്നി. ബോധം തെളിഞ്ഞോ? നിങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയോ? ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വന്നോ? അവൾ സന്തോഷത്തോടെ ഭർത്താവിന്റെ അടുത്തേക്ക് ചെന്നു. പക്ഷെ ഭർത്താവാകട്ടെ ജീവൻ വന്നതോടെ അത്രനാളും തന്നെ സംരക്ഷിച്ച് തന്റെ ജീവൻ പിടിച്ചു നിർത്തിയത് അവളാണെന്ന് പോലും ചിന്തിക്കാതെ ഒക്കെ കേട്ടത് മാത്രം മനസ്സിൽ വെച്ച് അവളെ കഴുത്തിനെരിച്ചു കൊല്ലാനുള്ള ശ്രമം ആരംഭിച്ചു. ജീവിതത്തിനായി ജീവനായുള്ള തിരച്ചിലിൽ അവൾ കൈനീട്ടി. അന്ന് രക്ഷയ്ക്കായി എടുത്തു വെച്ചിരുന്ന കത്തി അവളുടെ കയ്യിൽ തടഞ്ഞു. ഒട്ടും മടിച്ചില്ല. കത്തിയെടുത്ത് അവൾ ഭർത്താവിനെ തന്നെ കുത്തിക്കൊന്നു. ആ സമയം പുറത്തങ്ങോട്ടേക്ക് അവളെ സ്നേഹിക്കുന്ന, അവളെ തേടിയെത്തിയിരുന്ന ആ പയ്യൻ വന്നിരുന്നു. ആ പയ്യൻ വാതിലിന് പുറത്തുകൂടി അവളെ നോക്കി. ഭർത്താവിനെ കുത്തി ഭർത്താവിന്റെ അടുത്ത് അവശതയിൽ കിടക്കുകയായിരുന്നു അവൾ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവനെ കണ്ട് അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു. കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ചുണ്ടുകൾ ഭാവി എന്തോ കണ്ടമട്ടിൽ പുഞ്ചിരിച്ചു. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ അനുഭവിച്ച യാതനകളുടെയും വേദനകളുടെയും നേർചിത്രമായിരുന്നു ചലച്ചിത്രം. നിരവധി അവാർഡുകൾ ചലച്ചിത്രം വാരിക്കൂട്ടി. നിങ്ങൾക്ക് ഈ സിനിമയുടെ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.